ലോകമെമ്പാടുമുള്ള വനിതകളുടെ ദിനം വീണ്ടും എത്തിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര വനിതാ ദിനം എല്ലാ വർഷവും മാർച്ച് 8-ാം തീയതി ആചരിച്ചു വരുന്നു. അന്നേ ദിവസവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്ററാണ് നമ്മളിന്ന് വീഡിയോയിൽ ചെയ്യുന്നത്. മാർച്ച് 8 എന്നതിനെ സൂചിപ്പിക്കാനായിട്ടുള്ള 8 വരച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ നടുഭാഗത്തായി ഒരു പെൺകുട്ടിയുടെ രൂപം കൂടി നമ്മൾ വരച്ചു ചേർക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു ഔട്ട്ലൈൻ ചെയ്യാം, അതിനുശേഷം കളർ കൊടുക്കാം. അന്താരാഷ്ട്ര ദിനാചരണവും ദേശീയ ദിനാചരണവും പ്രാദേശിക ദിനാചരണവും ഒക്കെയായി നിരവധി ദിനാചരണങ്ങളുണ്ട്. അതിനൊക്കെ പലതിനും അതിൻ്റേതായ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട്. എന്നാൽ ഇതൊന്നും ആരും അന്വേഷിക്കാറില്ല. ഓരോ ദിനാചരണത്തിൻ്റെയും ചരിത്രവും അതിൻ്റെ ഉദ്ദേശവും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും അധികം ആരും ചിന്തിക്കാറില്ല. പക്ഷേ ഓരോ ദിനാചരണവും ഓർമ്മപ്പെടുത്തുന്നത് ആ ദിവസത്തിൻ്റെ ചരിത്രവും പ്രാധാന്യവുമാണ്. വെറും ആഘോഷമായി മാത്രം കാണാതെ ഈ ദിവസത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അറിയുക, ഓർമ്മിക്കുക എന്ന ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. ഇന്നത്തെ പോസ്റ്റർ തയ്യാറാക്കുന്നതിനോടൊപ്പം അതിൻ്റെ ചരിത്രവശം കൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം പെൻസിൽ വർക്കുകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഹാപ്പി വുമൻസ് ഡേ എഴുതി അതിൻ്റെ ഔട്ട്ലൈൻ ആദ്യം പെൻസിൽ കൊണ്ട് ചെയ്തിട്ട് പേന കൊണ്ട് ഒന്നുകൂടി ചെയ്തെടുത്തതാണ്. അതിന് താഴെ ടു ഓൾ ദി ഇൻക്രെഡിബിൾ വുമൺ ഷൈൻ ഓൺ എന്നത് സൈസ് കൂട്ടി എഴുതിയിട്ടുണ്ട്. നോട്ട് ജസ്റ്റ് ടുഡേ, ഇന്ന് മാത്രമല്ല ബട്ട് എവറി ഡേ, എല്ലാ ദിവസവും ഷൈൻ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോസ്റ്റർ എഴുതുമ്പോൾ നമ്മുടെ അക്ഷരങ്ങളൊക്കെ വലിപ്പം കൂട്ടിയും കുറച്ചും നമുക്ക് ഏതിനാണോ പ്രാധാന്യം അതിന് വലിപ്പം കൂട്ടി കൊടുക്കാം, പ്രാധാന്യം കുറഞ്ഞതിന് ചെറിയ അക്ഷരത്തിൽ എഴുതാം. അങ്ങനെയൊക്കെയാണ് പോസ്റ്റർ ചെയ്യേണ്ടത്. പിന്നെ മാർച്ച് 8 എന്നുള്ളതിന് ഞാൻ പിങ്ക് കളർ കൊടുത്തിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വനിതകളുടെ നിറമായി പിങ്ക് കളറാണ് അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിങ്ക് കൊടുത്തത്. ഹാപ്പി വുമൻസ് ഡേ ബാക്കിയുള്ളതിനൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള സൗകര്യപ്രദമായ രീതിയിലുള്ള കളറുകൾ നൽകാവുന്നതാണ്. 1857 മാർച്ച് 8 ന്യൂയോർക്കിലെ വനിതകൾ നടത്തിയ സമരവുമാണ് വനിതാ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. അന്ന് തുണിമില്ലിൽ ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ അവരുടെ കുറഞ്ഞ ശമ്പളത്തിനെതിരായും ദീർഘസമയത്തെ ജോലിക്കെതിരായും വോട്ട് ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടിയും ആദ്യമായി സമരം ചെയ്തു. ആ സമരം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു. അപ്പം മാർച്ച് 8 തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ആ സമരത്തിൻ്റെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് ലോകമെമ്പാടും നിരവധി സമരങ്ങളുണ്ടായി. സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ വേണ്ടി ഈ ഒരു സമരം നിമിത്തമായി. പിന്നീട് അങ്ങോട്ട് സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള നിരവധി ചരിത്ര സമരങ്ങൾക്കാണ് ലോകം സാക്ഷിയായത്. 1975 ഐക്യരാഷ്ട്രസഭ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചത്. നമ്മുടെ പോസ്റ്റർ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ആദ്യം ഞാൻ സ്കെച്ച് കൊണ്ട് ഒരു തവണയാണ് എഴുതിയിരുന്നത്. അതിൻ്റെ മുകളിൽ ഒന്നും കൂടി എഴുതി കുറച്ചും കൂടി ബോൾഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു ഔട്ട്ലൈൻ കൊടുക്കണം. ഔട്ട്ലൈൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് സ്കെച്ച് കൊണ്ട് റഫായിട്ടൊന്ന് വരച്ച് ക്രയോൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ അത് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. ഒപ്പം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നതുകൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ തുടർന്ന് വരുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പോസ്റ്ററിൻ്റെ അവസാന പണിയായി പെൻസിൽ കൊണ്ടുള്ളതൊക്കെ നമുക്കൊന്ന് മായ്ച്ചെടുക്കാം. പോസ്റ്റർ റെഡി. അപ്പോൾ എല്ലാവർക്കും വനിതാ ദിനാശംസകൾ. താങ്ക് യു.